ഇതൊരു ഒളിച്ചോട്ടമല്ല, നമ്മുടെ കൂടെയുള്ളവരെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മാറ്റം. ധ്രുവൻ അന്ന് പറഞ്ഞ പോലെ പുതിയൊരു ജീവിതം. നമുക്ക് തിരിച്ച് പ്രതികരിക്കാൻ കഴിവുണ്ട്. എപ്പോഴും നമ്മളെക്കൊണ്ട് അതിന് കഴിഞ്ഞു എന്ന് വരില്ല. ഇതൊരു ജീവിതമാണ്. ശത്രുക്കളുണ്ടാകും. എന്നാൽ ഒന്ന് മാറി നിന്നാൽ നമ്മളെ ആരും അന്വേഷിക്കില്ല. നമ്മുടെ ഭാര്യമാരും അമ്മമാരും ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് അതവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സ്റ്റാലിൻ പറഞ്ഞു നിർത്തി. സ്റ്റാലിൻ പറഞ്ഞത് ശരിയാണ്. കാരണം നിങ്ങളുടെ അച്ഛന്മാരുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ. അവർ ജയിലിലാക്കിയ അയാൾ കാരണം തന്നെ ആ അച്ഛനമ്മമാർക്ക് സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടു. ചില മനുഷ്യർ അങ്ങനെയാണ്. പ്രതികാരത്തിനു വേണ്ടി ജീവിക്കുന്നവർ, അവർക്ക് അതാണ് വലുത്. ഇപ്പോൾ സ്റ്റാലിൻ പറഞ്ഞതിനോട് എനിക്ക് ഓക്കെയാണ്. അതാണ് നല്ലത്. ആകാശ് തൻ്റെ അഭിപ്രായം പറഞ്ഞു. എന്താ ആദി നിൻ്റെ അഭിപ്രായം? ധ്രുവ് ചോദിച്ചു. സ്റ്റാലിനും ആകാശും പറഞ്ഞത് ശരിയാണല്ലോ ധ്രുവ. നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന കുറച്ചു പേരുണ്ട്. അവരെ വെച്ച് നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റാലിൻ പറഞ്ഞ രീതിയിൽ ഒന്ന് മാറി നിൽക്കാം. നമുക്കും അവർക്കും അതാണ് നല്ലത്. ആദ്യം അവൻ്റെ അഭിപ്രായം പറഞ്ഞു. സ്റ്റാലിനും ആകാശും ധ്രുവനെ നോക്കിയിരുന്നു. നമുക്ക് പോവാം. ഒരു പുതിയ ജീവിതം അതെനിക്കും വേണമെന്നുണ്ട്. പക്ഷേ അവൻ ആ രാജശേഖരൻ, അയാളെ തീർക്കണം. അതിനുശേഷം ഇനി നമ്മളെ ആരും പിന്തുടരാനില്ലാതെയാക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ, ധ്രുവ് പറഞ്ഞു. അത് പിന്നെ അത്രയുള്ളൂ. എല്ലാത്തിനെയും തീർത്തിട്ട് എന്നിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ, ആദിയും പറഞ്ഞു. പിന്നല്ലാതെ, സ്റ്റാലിനും ആകാശും പറഞ്ഞു. അതോടെ എല്ലാവരും കിടക്കാനായി പോയി. ആ 4 പേരുടെ മനസ്സിലും വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ആദിയും വിന്ദയും കൂടെ വിന്ദയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുഞ്ഞാറ്റേ, അമ്മ എന്തേലും പറഞ്ഞ അപ്പോൾ തന്നെ ദേഷ്യം പിടിച്ച് തിരിച്ചു പറയരുത് കേട്ടോ, അനിത പറഞ്ഞു. ശരി അനിയമ്മേ, വിന്ദ പറഞ്ഞു. എൻ്റെയും ദേവുൻ്റെയും അന്വേഷണം പറയണേ കേട്ടോ കുഞ്ഞാറ്റേ, മീനു പറഞ്ഞു. പറയാം, പക്ഷേ, വിന്ദ പറഞ്ഞു. നീ പേടിക്കണ്ടടി, അമ്മായി പാവമാണ്. നീ സമാധാനമായിരിക്കെ, ദേവു പറഞ്ഞു. ആദി പോയിട്ട് വാടാ, ടെൻഷൻ ആവണ്ട, ധ്രുവ ഒരു ചിരിയോടെ പറഞ്ഞു. ആദി ഒന്ന് ചിരിച്ചുകൊണ്ട് വിന്ദയെ നോക്കി. അവളൊരു പുഞ്ചിരിയോടെ ആദിയെയും. പോയിട്ട് വരാം, ആദി പറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങി. എല്ലാവരും ആദിയും വിന്ദയും പോകുന്നത് നോക്കി ഒരു ചിരിയോടെ നിന്നു. ആദി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വിന്ദ ആദിയുടെ പിറകിൽ കയറി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. ആദിയുടെ ബൈക്ക് ആ വീടിൻ്റെ ഗേറ്റ് വിട്ട് പുറത്തേക്ക് പാഞ്ഞുപോയി. 2 മണിക്കൂർ ബൈക്ക് യാത്ര. ആദിയുടെ ബൈക്ക് വിന്ദയുടെ വീടിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഗേറ്റിനുള്ളിലാക്കിയില്ല. വിന്ദ ബൈക്കിൽ നിന്നും ഇറങ്ങി. ആദിയും ഇറങ്ങി. ഒരു നിമിഷം അവൻ അവൻ്റെ വീട്ടിലേക്ക് നോക്കി. അല്ല, അത് തൻ്റെ വീടല്ലേ, അവിടെയുള്ളവർ തനിക്ക് ആരുമല്ല എന്നവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ദേവേട്ടാ, വിന്ദ ആദിയുടെ കയ്യിൽ പിടിച്ചു. മിത്ര, ആദ്യം മെല്ലെ വിളിച്ചു. വാ, ആദ്യം നമുക്ക് ദേവേട്ടൻ്റെ വീട്ടിൽ പോകാം. അതാണ് ആദ്യം വേണ്ടത്, വിന്ദ പറഞ്ഞു. അത് വേണ്ട, അതെൻ്റെ വീടൊന്നുമല്ല. എനിക്ക് ആ വീടുമായി ഒരു ബന്ധവുമില്ല, ആദി പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ദേവേട്ടൻ്റെ സ്വന്തം അച്ഛനല്ലേ, അനിയനല്ലേ, വന്നേ, വിന്ദ പറഞ്ഞു. ആദി സമ്മതിച്ചില്ലെങ്കിലും വിന്ദയുടെ നിർബന്ധം കാരണം അവൻ ആ വീട്ടിലേക്ക് കയറാൻ വേണ്ടി തീരുമാനിച്ചു. ആദിയുടെ കൈ പിടിച്ചുകൊണ്ട് വിന്ദ ആ വീടിൻ്റെ ഗേറ്റ് തുറന്നുകൊണ്ട് ആ മുറ്റത്തേക്ക് കയറി. അവിടെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്നു ബലരാമൻ. അടുത്തു തന്നെ മായയും അനിയൻ കാർത്തിയും അമ്മയും ഉണ്ടായിരുന്നു. അവിടേക്ക് വരുന്ന വിന്ദയെയും ആദിയെയും കണ്ട് ഒരു നിമിഷം എല്ലാവരും ഞെട്ടി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഇതെന്താ വെല്ലുവിളിച്ചിറങ്ങിപ്പോയവർ ഒക്കെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നേ, മായ പറഞ്ഞു. ആദിയും വിന്ദയും ആ വീടിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ആ വീട് ആദിക്ക് അപരിചിതമായി തോന്നി. മായേച്ചി, ഈ സമയത്ത് പറയാൻ പാടില്ല എന്ന് എനിക്കറിയില്ല, എന്നാലും പറയുക. ഈ കിട്ടാത്ത മുന്തിരിയുണ്ടല്ലോ മായേച്ചി, അത് നല്ലോണം പുളിക്കും എന്ന് കിട്ടാത്തവർക്ക് തോന്നും. അത് സ്വാഭാവികമാണ്. പിന്നെ ഈ വെല്ലുവിളിച്ച് ഇവിടുന്ന് പോയിട്ടില്ല. ഇഷ്ടത്തിലായിരുന്നു ഞങ്ങൾ തമ്മിൽ. അതിനെ അംഗീകരിക്കാൻ എൻ്റെയും ദേവേട്ടൻ്റെയും വീട്ടുകാർക്ക് സമ്മതമല്ല. പിന്നെ എന്ത് ചെയ്യണം? പകുതിയിൽ വെച്ച് ഞങ്ങൾ ഒരു ബായ് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോണോ? ദേ കണ്ടാ, ഈ നിൽക്കുന്ന മനുഷ്യൻ സ്വന്തം മകനെ ഈ പെണ്ണിങ്ങനെ പറയുന്നത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നത്. അതുപോലെ ഞാൻ നിൽക്കണോ? എനിക്ക് അതിന് പറ്റില്ല. സ്നേഹിച്ചതാണേൽ ജീവിതം മുഴുവൻ എൻ്റെ ദേവേട്ടൻ്റെ ഒപ്പമായിരിക്കണം. ഒരിക്കലും ഒന്നിനു വേണ്ടിയും വിട്ടുകൊടുക്കില്ല എന്ന് പറയാനാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അതൂടെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പോൾ ശരി, വാ ദേവേട്ട, നമുക്ക് പോകാം. ഒരിക്കലും ഇവരുടെ മുന്നിലിനി ഇങ്ങനെ വരരുത്, വിന്ദ ആദിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആദി ഒന്നും മിണ്ടിയില്ലെങ്കിലും അവൻ്റെ മനസ്സ് നിറഞ്ഞു. അവൻ വിന്ദയുടെ പിന്നാലെ ചെന്നു. മായ ദേഷ്യത്തിൽ അവരുടെ പോക്ക് നോക്കി നിന്നു. അവൾ ഫോൺ എടുത്ത് ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ട് ഒന്ന് ഗൂഢമായി പുഞ്ചിരിച്ചു. ആദിയും വിന്ദയും കൂടെ വിന്ദയുടെ വീടിൻ്റെ ഗേറ്റ് കടന്നുകൊണ്ട് അകത്തേക്ക് ചെന്നു. വീടിൻ്റെ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് ആദിയും വിന്ദയും ടെൻഷനോടെ നിന്നു.
അല്പസമയം കഴിഞ്ഞതും വിന്ദയുടെ അമ്മ ഗീത വന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. മുന്നിൽ നിൽക്കുന്ന ആദിയെയും വിന്ദയെയും കണ്ട് ആ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അപ്പോഴേക്കും അവിടേക്ക് സുരേഷ് വന്നു. പുറത്തുനിന്ന മക്കളെ കണ്ട് അയാൾ ഞെട്ടി. ഗീതയെ മാറ്റിക്കൊണ്ട് അയാൾ മകളെ പോയി ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. കുഞ്ഞാറ്റേ, സുഖാണോ മോളെ നിനക്ക്? സുരേഷ് ചോദിച്ചു. അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിന്ദ പൊട്ടിക്കരഞ്ഞു. ഒരു നിമിഷം ആദിയുടെയും കണ്ണ് നിറഞ്ഞുപോയി. സുഖമാണ് അച്ഛേ, വിന്ദ പറഞ്ഞു. ആദിയെ സുരേഷ് ചേർത്ത് പിടിച്ചു. ആദിയും അയാളെ കെട്ടിപ്പിടിച്ചു നിന്നു. എന്തിനാടി ഇവനെയും കൊണ്ട് നീ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? ഗീത ദേഷ്യത്തോടെ ചോദിച്ചു. നീ ഒന്നും മിണ്ടാതെ ഇരിക്ക് ഗീതേ, മോൾ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഓരോന്നും പറയുന്നേ, സുരേഷ് പറഞ്ഞു. പറഞ്ഞോട്ടെ അച്ഛാ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരോടുമാണ്, വിന്ദ പറഞ്ഞു. മോള് പറഞ്ഞോ? സുരേഷ് പറഞ്ഞു. എൻ്റെ വിവാഹമാണ് അച്ഛാ, നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് വരുമോ? വിന്ദ ചോദിച്ചു. ഞാൻ വരില്ല. ധിക്കരിച്ച് നാണം കെടുത്തി ഇവിടുന്ന് ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് നീ. അതും ഈ തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാത്തവൻ്റെ കൂടെ, അല്ലേടി? ഗീത പറഞ്ഞു. ഇതിലും മേലെ അമ്മ ഒരു വാക്ക് എൻ്റെ ദേവേട്ടനെ പറ്റി പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല ഞാൻ. അച്ഛനും അമ്മയ്ക്കും വേണ്ടെങ്കിൽ എന്താ? വേണ്ടവരുണ്ട്, അവിടെ അവർക്ക് വേണം. എനിക്കും കല്യാണം വിളിക്കാൻ അച്ഛനും അമ്മയും വേണമെന്ന് പറഞ്ഞത് എൻ്റെ ദേവേട്ടനാണ്. ഇനി അമ്മ വരണമെന്നില്ല. അച്ഛനെയും അമ്മയെയും ധിക്കരിച്ചു പോകുന്നത് തെറ്റ് തന്നെയാ. പക്ഷേ 10 മാസം വയറ്റിൽ കൊണ്ട് നടന്ന് പ്രസവിച്ച അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല മകളെ. പക്ഷേ ഒരു നോട്ടം കൊണ്ട് എന്നെ മനസ്സിലാക്കും ദേവേട്ടൻ. വിന്ദ ആദിയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. മോളെ, കുഞ്ഞാറ്റേ, അച്ഛൻ വരാം മോളെ, മോള് വിഷമിക്കണ്ട. എന്നാണ് കല്യാണം? സുരേഷ് ചോദിച്ചു. അടുത്ത തിങ്കളാഴ്ച 10-നാണ് കല്യാണം. അവിടെയുള്ള അമ്പലത്തിൽ വെച്ചാണ്, ആദി പറഞ്ഞു. അച്ഛൻ വരും എൻ്റെ മോളെ കാണാൻ. മോൾ ഒന്നിനും വിഷമിക്കേണ്ട. അച്ഛനറിയാം ആദിയെ. അച്ഛൻ വന്ന് അനുഗ്രഹിക്കും എൻ്റെ കൊച്ചിനെ. മോൻ വിഷമിക്കേണ്ടാട്ടോ, സുരേഷ് പറഞ്ഞു. വിന്ദ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കവിളിലൊന്ന് അമർത്തി ചുംബിച്ചു. അയാൾ വിന്ദയുടെ നെറ്റിയിലും. പോട്ടെ അച്ഛാ, വിന്ദ പറഞ്ഞു. ശരി മോളെ, അച്ഛൻ വന്നിരിക്കും, സുരേഷ് പറഞ്ഞു. വിന്ദ ഒന്ന് പുഞ്ചിരിച്ച് ആദിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. അലയ്ക്കാനായി തുണി മുക്കി വയ്ക്കുന്ന തിരക്കിലാണ് മീനു. അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും മീനുവിന് കല്ലിൽ അലക്കുന്നതാണ് ഇഷ്ടം. ദേവും വേദയും അനിതയും കൂടെ അടുക്കളയിൽ ജോലിയാണ്. ഫുഡിൻ്റെ കാര്യം അവരാണ് നോക്കുന്നത്. അകത്തെ ഹാളിലിരുന്ന് TV കാണുകയാണ് സ്റ്റാലിനും ആകാശും ധ്രുവനും. സ്റ്റാലിൻ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് മെല്ലെ മെല്ലെ നടന്നുപോയി. അടുക്കള വശത്തു കൂടെ പോയാൽ പിടിക്കുമെന്നറിയാവുന്നതുകൊണ്ട് സ്റ്റാലിൻ മുൻവശത്തെ ഡോർ തുറന്ന് പിന്നിലേക്ക് നടന്നു. അവിടെ അലക്കുകല്ലിൻ്റെ അവിടെ പൈപ്പിൽ വെള്ളം നിറയുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മീനു. സ്റ്റാലിൻ പിന്നിലൂടെ പതിയെ പതിയെ ചെന്ന് പെട്ടെന്നങ്ങ് കെട്ടിപ്പിടിച്ചതും മീനു ഞെട്ടിക്കൊണ്ട് ഒന്ന് കുതറി. സ്റ്റാലിനാണെന്ന് മനസ്സിലായതും അവൾ ഒന്ന് അടങ്ങി നിന്നുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. ഇച്ചേ, മീനു മെല്ലെ വിളിച്ചു. പേടിച്ചോ എൻ്റെ മീനൂട്ടി? സ്റ്റാലിൻ അവളുടെ ചെവിയിൽ കടിച്ചുകൊണ്ട് ചോദിച്ചു. ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോയി ഇച്ചേ. അല്ല, ഇതെന്താ ഇവിടെ വന്നു നിൽക്കുന്നേ? മീനു ചോദിച്ചു. എൻ്റെ മീനുവിനെ കാണാൻ വന്നതാ, സ്റ്റാലിൻ പറഞ്ഞു. ആണോ? മീനു ചോദിച്ചു. അതേടി, സ്റ്റാലിൻ മീനുവിൻ്റെ കവളിൽ അമർത്തിയൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. സ്റ്റാലിൻ അലക്കുകല്ലിൽ ഇരുന്നു. മീനു അവൻ്റെ കാലിന് വിടവിലൂടെ അവൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നു. സ്റ്റാലിൻ മീനുവിൻ്റെ ഇടുപ്പിൽ മെല്ലെ പിടിച്ച് അമർത്തിക്കൊണ്ട് അവളുടെ കഴുത്തിലൊന്ന് കടിച്ചു. ദേ ഇച്ചേ, കടിച്ച് കടിച്ച് എൻ്റെ കഴുത്ത് ഒരു പരുവമായി. ഇച്ചയ്ക്കൊന്ന് കടിക്കാതെ ഇരുന്നൂടെ? മീനു ചോദിച്ചു. അതെങ്ങനെയാ മീനു, നീ എൻ്റെ സ്വീറ്റ് ബൺ അല്ലേ? മീനു പൊന്നെ, സ്റ്റാലിൻ പറഞ്ഞു. ആണോ? മീനു അവൻ്റെ മൂക്കിൽ മുത്തിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. അതേടി, മീനുവിൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തിട്ട് സ്റ്റാലിൻ പറഞ്ഞു. ആയിക്കോട്ടെ, മീനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് സ്റ്റാലിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവനത് എടുത്തു നോക്കി. പരിചയമുള്ള പേര് കണ്ടിട്ടും അവൻ എടുത്തില്ല. ഇച്ചേ, മാറിയിരിക്കോ, ഞാൻ അലക്കട്ടെ, മീനു പറഞ്ഞു. ഞാൻ സഹായിക്കണോ മീനുട്ടി നിന്നെ? സ്റ്റാലിൻ ഒരു ചിരിയോടെ ചോദിച്ചു. വേണ്ട ഇച്ചേ, ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് സാരമില്ല ഇച്ചേ, മീനു പറഞ്ഞു. സ്റ്റാലിൻ്റെ ഫോൺ പിന്നെയും റിങ് ചെയ്യാൻ തുടങ്ങി. അവനത് പിന്നെയും കട്ട് ചെയ്തുകൊണ്ട് മാറി ഒരു ഭാഗത്തേക്ക് നിന്നു. മീനു പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ചിരിയോടെ അലക്കാനുള്ള തുണികൾ എടുക്കാൻ തുടങ്ങി. സ്റ്റാലിൻ്റെ ഫോൺ തുടരെ റിങ് ചെയ്തപ്പോൾ ഒരു ദേഷ്യത്തോടെ സ്റ്റാലിൻ ഫോൺ എടുത്തു. വാട്ട് ദ ഹെൽ കോൾ? കട്ട് ചെയ്താൽ അറിഞ്ഞൂടെ ബിസിയാകുമെന്ന്? സ്റ്റാലിൻ ദേഷ്യപ്പെട്ടു. മീനു ഒന്ന് ഞെട്ടി. അവൻ മീനുവിനെ നോക്കി. ഒന്നുമില്ല, ഓഫീസ് സ്റ്റാഫ് കോൾ ആണെന്ന് പതിയെ പറഞ്ഞു. അതോടെ മീനു ചിരിച്ചു. സോറി സാർ, ഞാൻ സാറിനെ വിളിച്ചത് മറ്റൊരു വലിയ കാര്യം പറയാനാണ്, അയാൾ പറഞ്ഞു. ഓക്കെ, ടെൽ മീ, സ്റ്റാലിൻ പറഞ്ഞു. സാർ, ഇത് എനിക്ക് കിട്ടിയ ഒരു കൊട്ടേഷനാണ്. ഒരു മായ എന്ന് പറയുന്ന പെണ്ണാ ഈ കൊട്ടേഷൻ തന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ആദിദേവിൻ്റെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടിയുണ്ടല്ലോ, മിത്രവിന്ദ, ആ കുട്ടീനെ കൊല്ലാനാണ് കൊട്ടേഷൻ, അയാൾ പറഞ്ഞു. വാട്ട്? സ്റ്റാലിൻ ഞെട്ടിപ്പോയി.
അതെ സാർ, ഇപ്പോൾ അവർ പുറത്താണ്. കൂടെ ആരുമില്ല എന്നാണ് ആ പെണ്ണ് പറഞ്ഞത്. എൻ്റെ ആളുകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞു. സാർ, ഒരു പണിക്ക് പോകുമ്പോൾ അവർ ഫോൺ എടുക്കാറില്ല. അവർ പോയതിന് ശേഷമാണ് ഞാൻ ഫോട്ടോ കണ്ടേ. അതാണ് ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞത്. ലോറി ഇടിപ്പിച്ച് കൊല്ലാനാണ് പ്ലാൻ. എന്തേലും ഒന്ന് ചെയ്യണം സാർ. അയാൾ പറഞ്ഞു. ഓക്കെ, താൻ വെച്ചോ, സ്റ്റാലിൻ പറഞ്ഞു. ഫോൺ കട്ടായതും സ്റ്റാലിൻ വേഗത്തിൽ അവിടെ നിന്നും ഓടിപ്പോയിരുന്നു. സ്റ്റാലിൻ ഓടിക്കിതച്ച് ഹാളിലെത്തി. അങ്ങനെ വന്ന് നിന്നത് കണ്ട് ധ്രുവനും ആകാശും ഞെട്ടിപ്പോയി. അവർ സ്റ്റാലിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അവൻ്റെ ആ പുറത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു, എന്താടാ, എന്തു പറ്റി? ധ്രുവ് പറഞ്ഞു, അത് കുഞ്ഞാറ്റയെ കൊല്ലാൻ മായ എന്ന പെണ്ണ് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. മായ ആരാ എന്നറിയില്ല. ഇപ്പോൾ എൻ്റെ ആളുകളിൽ ഒരുത്തൻ വിളിച്ച് പറഞ്ഞതാ, സ്റ്റാലിൻ പറഞ്ഞു. ധ്രുവ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തുകൊണ്ട് ആദിനെ വേഗം വിളിച്ചു. എന്നാൽ അവൻ ഫോൺ എടുക്കുന്നില്ല. എടാ, അവൻ ഫോൺ എടുക്കുന്നില്ല. ധ്രുവ് പറഞ്ഞു. ധ്രുവ, നീ കുഞ്ഞാറ്റേനെ വിളിച്ചു നോക്ക്. അവളെ വിളിച്ചാൽ കിട്ടാതെ ഇരിക്കില്ല. ആകാശ് പറഞ്ഞു. ധ്രുവ് കുഞ്ഞാറ്റയെ വിളിച്ചു നോക്കി. 2-3 റിങ്ങിനുള്ളിൽ കുഞ്ഞാറ്റ ഫോൺ എടുത്തു. ഹലോ ധ്രുവേട്ടാ, വിന്ദ പറഞ്ഞു. മോളെ കുഞ്ഞാറ്റെ, ആദി എവിടെ? ധ്രുവ് ചോദിച്ചു. ദേവേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാ. കൊടുക്കണോ ദേവേട്ടാ? വിന്ദ ചോദിച്ചു. അവനോട് വണ്ടി സൈഡാക്കാൻ പറയേ, എന്നിട്ട് അവൻ്റെ ഫോൺ കൊടുക്ക്, ധ്രുവ് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞതും ആദി വണ്ടി സൈഡ് ആക്കി നിർത്തിയതിൻ്റെ സൗണ്ട് അവർ കേട്ടു. ഹലോ ധ്രുവ, പറയടാ. ആദി പറഞ്ഞു. നിങ്ങളിപ്പോൾ എവിടെയാ നിൽക്കുന്നത്? വേഗം പറ, എന്നിട്ട് അവിടെ തന്നെ നിൽക്ക്, ധ്രുവ് പറഞ്ഞു. ഞങ്ങളിപ്പോൾ പാല ആ റൂട്ടിലുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആദി ചോദിച്ചു. അതൊക്കെ ഞങ്ങൾ വന്നിട്ട് പറയാം. നീ അവിടെ തന്നെ നിൽക്ക്. കുഞ്ഞാറ്റയെ നോക്കണം, ധ്രുവ് പറഞ്ഞു. ഓക്കെ, ആദി പറഞ്ഞു. അതോടെ ധ്രുവ് ഫോൺ വെച്ചുകൊണ്ട് അവരെ 2 പേരെയും നോക്കി പറഞ്ഞു. ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാം. എല്ലാവരും കൂടെ പോയാൽ കുഞ്ഞാറ്റയ്ക്ക് സംശയമാവും, ധ്രുവ് പറഞ്ഞു. സൂക്ഷിച്ചു പോണേ. പിന്നാലെ ഒരു സംശയമില്ലാത്ത രീതിയിൽ എൻ്റെ ഗാർഡ്സ് ഉണ്ടാകും, സ്റ്റാലിൻ പറഞ്ഞു. ഓക്കെ, ധ്രുവ് പറഞ്ഞു. ആദി വേഗം തന്നെ വണ്ടിയെടുത്ത് അവിടെ നിന്നും സ്പീഡായി പാഞ്ഞുപോയി. എന്തിനാ ദേവേട്ടാ ധ്രുവേട്ടൻ വിളിച്ചത്? എന്തേലും കുഴപ്പമുണ്ടോ? വിന്ദ ചോദിച്ചു. ഒന്നുമില്ല മിത്രേ, ഈ വണ്ടിയുടെ ബ്രേക്ക് പ്രശ്നമാണ്. ചില സമയത്ത് കിട്ടില്ല എന്ന് ആദി പറഞ്ഞു. അതാണോ? വിന്ദ ആദിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ, ആദി പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് വണ്ടിയായി ധ്രുവ് വന്നിരുന്നു. അവനെ കണ്ടതും വിന്ദയും ആദിയും ചിരിച്ചു. വാ, വന്ന് കയറ്, ധ്രുവ് പറഞ്ഞു. വിന്ദയും ആദിയും കയറി. ആദി കോ ഡ്രൈവ് സീറ്റിലിരുന്നു. വിന്ദ പിന്നിലും കയറി. അയ്യോ ധ്രുവേട്ടാ, അപ്പോൾ ബൈക്ക് ആരാ എടുക്കുക? അത് അവിടെ വിട്ടിട്ട് പോവാണോ? വിന്ദ ചോദിച്ചു. അത് സാരല്ല, ഇവൻ മെക്കാനിക്കിനെ വിളിച്ച് പറഞ്ഞു. അയാൾ വന്ന് എടുത്തോളും അല്ലേടാ? ആദി പറഞ്ഞു. അതെ, അത് അയാൾ വന്ന് എടുത്തോളും, ധ്രുവ് ഒരു ചിരിയോടെ പറഞ്ഞു. ആദിക്ക് ധ്രുവൻ്റെ മനസ്സിൽ എന്തായെന്ന് മനസ്സിലായില്ല എങ്കിലും എന്തോ സീരിയസ് കാര്യമാണ് എന്ന് അവന് തോന്നി. അതാണ് വിന്ദയോട് വായിൽ വന്ന ഒരു കള്ളം പറഞ്ഞു നിർത്തിയത്. ധ്രുവ് വണ്ടി സ്പീഡിൽ പറപ്പിച്ചു വിട്ടു. അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പായുന്നുണ്ടായിരുന്നു. അല്ല ആദി, നിനക്ക് ഒരു മുറപ്പെണ്ണുണ്ടായിരുന്നില്ലേ? എന്താ അവളുടെ പേര്? ധ്രുവ് ചോദിച്ചു. മുറപ്പെണ്ണൊന്നുമല്ല, എനിക്കിഷ്ടവുമല്ല അവളെ. അവളുടെ പേര് മായ, ആദി പറഞ്ഞു. ആഹാ, മായ, അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നില്ലേടാ? നീ പറഞ്ഞിട്ടില്ലേ? ധ്രുവ് ചോദിച്ചു. എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കിഷ്ടമല്ലായിരുന്നു അതിനെ, ആദി പറഞ്ഞു. ഇന്ന് കണ്ടോ അവളെ? ധ്രുവ് ചോദിച്ചു. കണ്ടിരുന്നു. ഞാൻ നല്ല 4 വർത്താനം പറഞ്ഞു കൊടുത്തു. അല്ല പിന്നെ, വിന്ദ പറഞ്ഞു. അയ്യോ, അതെന്നാ പറ്റി? ധ്രുവ് ചോദിച്ചു. ഒന്നും പറ്റിയില്ല, അതിൻ്റെ വായിലിരിപ്പ് ശരിയല്ല. ഞാൻ നല്ല രീതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വിന്ദ പറഞ്ഞു. അവൾ ചൊറിയുന്ന രീതിയിൽ സംസാരിച്ചടാ. അപ്പോൾ ഇവൾ അങ്ങോട്ട് മാന്തി കൊടുത്തു, ആദി പറഞ്ഞു. പാവമാണോ ആദി അവൾ? ധ്രുവ് ചോദിച്ചു. ഒരു വിളഞ്ഞ സാധനമാണ്. വലിയ വലിയ ഗുണ്ടകളുമായൊക്കെ പിടിയുണ്ട് അതിന്, ആദി പറഞ്ഞു. ധ്രുവൊന്ന് മൂളി. അവന് മനസ്സിലായി അപ്പോൾ മായയാണ് കുഞ്ഞാറ്റ ആദിയെ ഇഷ്ടപ്പെടുന്നതിനുള്ള പ്രതികാരം ചെയ്യാനായി നിന്നത് എന്ന്. 1 മണിക്കൂറിനുള്ളിൽ ധ്രുവൻ്റെ കാറ് അവരുടെ വീടിൻ്റെ ഗേറ്റ് കടന്ന് മുറ്റത്ത് വന്ന് നിന്നിരുന്നു. അവരെ കാത്തിട്ട് എന്ന പോലെ സ്റ്റാലിനും ആകാശും അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വിന്ദയും ആദിയും ജീപ്പിൽ നിന്നും ഇറങ്ങി. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ചിരിച്ചു. എന്തായി പോയ കാര്യം? സ്റ്റാലിൻ ചോദിച്ചു. എന്താവാനാ ചാച്ചാ, എൻ്റെ അമ്മയുടെ വായിലിരിക്കുന്നത് കേട്ടിട്ട് വരേണ്ടി വന്നു, വിന്ദ പറഞ്ഞു. അമ്മ വഴക്ക് പറഞ്ഞോ കുഞ്ഞാറ്റെ? ആകാശ് ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പറഞ്ഞു, അമ്മയും പറഞ്ഞു, ഞാൻ തിരിച്ചും പറഞ്ഞു. അല്ല പിന്നെ, വിന്ദ പറഞ്ഞു. അച്ഛൻ എന്തു പറഞ്ഞു? സ്റ്റാലിൻ ചോദിച്ചു. അച്ഛൻ പാവമാണ്. അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന്, വിന്ദ പറഞ്ഞു. ആഹാ, എന്നാൽ അകത്തേക്ക് ചെല്ല്. അവിടെ നിനക്കായി കാത്തിരിപ്പുണ്ട് നിന്റെ തോഴികൾ, സ്റ്റാലിൻ പറഞ്ഞു. അതോടെ വിന്ദ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പെട്ടെന്ന് തന്നെ ഓടിക്കയറിപ്പോയിരുന്നു.